വയനാട് കൽപ്പറ്റ ചുണ്ടേലിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. ചുണ്ടേൽ എസ്റ്റേറ്റിനോട് ചേർന്ന ആനോത്ത് അമ്മാറ രവീന്ദ്രന്റെ വീടിന് സമീപം വൈകിട്ടോടെയാണ് പുലിയെ കണ്ടത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, കടുവയ്ക്ക് പിന്നാലെ ഇതാ പുലിയും. വയനാടുകാർ അക്ഷരാർത്ഥത്തിൽ വലയുകയാണല്ലേ? ലക്ഷ്മി, തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. നിരന്തരം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് വലിയ ആശങ്ക തന്നെയാണ് ആളുകൾക്ക് സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇതിന് കാരണമാകുന്ന മറ്റു പല കാരണങ്ങളുമുണ്ട്. ഈ എസ്റ്റേറ്റിനോട് ചേർന്ന് മറ്റു ചില തോട്ടങ്ങളുണ്ട്, ഈ സ്വകാര്യ വ്യക്തികളുടെ. ഈ തോട്ടങ്ങളെല്ലാം തന്നെ വനസമാനമായ രീതിയിലാണ്. ഒരുപക്ഷെ വലിയ വനം വകുപ്പിന്റെ കാടുകളെക്കാൾ വലിയ തരത്തിൽ വനസമാനമായ രീതിയിലുള്ള ഈ തോട്ടങ്ങൾ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുകയാണ്, ആവാസ കേന്ദ്രങ്ങളായി മാറുകയാണ്. കടുവയും പുലിയും കാട്ടാനയും ഒക്കെ തന്നെ ചുണ്ടയിലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഇത്തരം സ്വകാര്യ തോട്ടങ്ങളിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരം ഇങ്ങനെ ഇറങ്ങുന്ന കടുവയും പുലിയും ഒക്കെ സാധാരണ ജനങ്ങളുടെ സാധാരണ ഉപജീവനത്തെയും ജീവിതത്തെയും ഒക്കെ ബാധിക്കുകയാണ്, ആശങ്കപ്പെടുത്തുകയാണ്. അവരുടെ സാമാന്യ ജീവിതത്തെ ഒക്കെ തടസ്സപ്പെടുത്തുകയാണ്. വനം വകുപ്പിന് സാങ്കേതികമായി ഈ പ്രദേശത്ത് പരിശോധനയൊക്കെ നടത്താമെന്നല്ലാതെ ഇത്തരം വന്യമൃഗങ്ങളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നത് അറിയില്ല. ഈ അതിർത്തികളൊന്നും അറിയാത്ത ഈ മൃഗങ്ങൾ സ്വാഭാവികമായിട്ടും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങും, ഈ കാട് കുറിച്ച് സ്വകാര്യ എസ്റ്റേറ്റുകളിലേക്ക് ഇറങ്ങും. ഇത് സ്വാഭാവികമായിട്ടും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുമ്പോഴുള്ള ആശങ്കയും ചെറുതല്ല. വയനാട്ടിൽ നിന്നും പുലിയെ കൂടി കണ്ടിരിക്കുകയാണ്. കൽപ്പറ്റ ചുണ്ടേലിലാണ് പുലിയെ നാട്ടുകാർ കണ്ടിരിക്കുന്നത്. ചുണ്ടേൽ എസ്റ്റേറ്റിനോട് ചേർന്ന് ആനോത്ത് അമ്മാറ രവീന്ദ്രന്റെ വീടിന് സമീപം വൈകിട്ടോടെയാണ് പുലിയെ കണ്ടത്. കടുവ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടും കടുവ ഒരു ആദിവാസി സ്ത്രീയെ കടിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ടും വലിയ തോതിൽ അവിടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴും ഇന്നും കടുവ ആക്രമണം നടത്തുന്നത് കണ്ടു. RRT സംഘത്തിന് നേരെ കടുവ ആക്രമണം നടത്തുന്നത് കണ്ടു. ഇപ്പോഴിതാ പുലിയെ കൂടി കണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ വയനാടുകാർ വലയുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇനി വേനൽ കടുക്കുന്നതോടെ കൂടുതൽ മൃഗങ്ങൾ ആ പ്രദേശത്തേക്ക് ഇറങ്ങുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഉള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.